നിങ്ങൾ ആദ്യം 3 തവണ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചെടുക്കുകയും പിന്നെ റിലീസ് ഔട്ട് ചെയ്യുകയും ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഈ മെഡിറ്റേഷനിലൂടെ നമ്മൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താകണമെന്ന് ആഗ്രഹിച്ചോ, നമ്മൾ ആരാകണമെന്ന് ആഗ്രഹിച്ചോ, അതാണ് നമ്മളവിടെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളത് ആയതായിട്ട് നമ്മളവിടെ ഇമാജിൻ ചെയ്യുകയാണ്. കാരണം എന്തിനാണ് അത് ചെയ്യുന്നത്? അത് ചെയ്താൽ അത് സംഭവിക്കുമോ എന്നായിരിക്കും നിങ്ങളുടെയൊക്കെ ഡൗട്ട്. തീർച്ചയായും സംഭവിക്കും. പക്ഷെ അതിനനുസരിച്ചിട്ട് നമ്മൾക്ക് പ്രവർത്തനവും കൂടി ഉണ്ടായിരിക്കണം. നമ്മൾ ആ സമയത്ത് അതൊക്കെ നമ്മൾ പറയുന്നു, ഇമാജിൻ ചെയ്യുന്നു, നമ്മളതായിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ എത്രയോ പഠിച്ചിട്ടുണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉള്ളവരാണ് അധിക പേര്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതായിട്ട്, നമ്മൾ അവിടെ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യാം. പകൽ സമയങ്ങളിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൈഫിൽ തന്നെ ഒരു മിറാക്കിൾ സംഭവിക്കും. അതാണ് ഈ മെഡിറ്റേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു. അപ്പോൾ ഒരു ഭാഗം നമ്മുടെ കഴിഞ്ഞു, മനസ്സിലായ? ദെൻ ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ചെറിയ എക്സസൈസ്, അതും കൂടി നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. കാരണം ഒന്നുകിൽ എക്സസൈസ് ഒക്കെ ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ച് യോഗാസനം നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് ചലിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കുക. ഇനി അതും ചെയ്യാൻ മടിയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഡെയിലി നടക്കുക. ഇതെങ്കിലും ആ രാവിലെ സമയത്ത് അതൊന്ന് ചെയ്യാം. അതൊന്ന് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ബ്രെയിനും ഒക്കെ ആക്റ്റീവായി കഴിഞ്ഞു, എല്ലാവരും ഷാർപ്പായി കഴിഞ്ഞു. ദെൻ നിങ്ങൾ ഉഷാറായി കഴിഞ്ഞു. നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങളുടെ മടിയെല്ലാം നിങ്ങളുടെ മാറിക്കഴിഞ്ഞു. നിങ്ങൾ ഉഷാറായി, നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു കഴിഞ്ഞ് രാവിലത്തെ ഇത് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾ രാവിലെ മുതൽ നിങ്ങൾ ഉഷാറായി കഴിഞ്ഞു. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കുന്ന ദിവസമായി മാറിക്കഴിഞ്ഞു. ഇത് നിങ്ങൾ ഡെയിലി, അതായത് നമ്മളുടെ ലൈഫിൽ വേണ്ടത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. അതായത് തുടർച്ചയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്തു, അടുത്ത ദിവസം ആകുമ്പോഴും നമ്മൾ വീണ്ടും പഴയ ചക്രത്തിൽ തന്നെയാണ്. അതായത് എഴുന്നേൽക്കണോ, ഒരു 5 മിനിറ്റ് കിടക്കണോ, അങ്ങനെ തന്നെയാണ്. ചിന്തകൾക്ക് ഒരിക്കലും നമ്മളെ ലൈഫിനെ വിട്ടുകൊടുക്കാതിരിക്കാനായിട്ടാണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ആ സ്പോട്ട് ഔട്ട് എണീക്കുക, ഞാൻ പറഞ്ഞ പോലെയുള്ള പ്രവർത്തികൾ ചെയ്യുക. ഇത് നിങ്ങൾ ഡെയിലി ആ സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ മൈൻഡിൻ്റെ ചിന്തകളെയും നമ്മൾ ഒരിക്കലും നമ്മൾ ഉള്ളിലോട്ട് കടത്തി വിടുന്നില്ല. നമ്മൾ അവിടെ എഴുന്നേൽക്കുന്നു, നമ്മൾ എണീച്ചു പോകുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തികൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ പ്ലാൻ ഒന്നും ചെയ്യേണ്ട, അതൊക്കെ സ്പോട്ട് ഔട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇടയിൽ ഒരു ദിവസം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു, പിന്നെ അത് വീണ്ടും പഴയ ഇതിലേക്ക് എത്തും. അതുകൊണ്ട് പരമാവധി സ്കിപ്പ് ചെയ്യാന്ന്. ഇനി മാത്രമല്ല, ഇപ്പോൾ എക്സസൈസ് നിങ്ങൾ ഫസ്റ്റ് ഡേ നിങ്ങളൊരു 1/2 മണിക്കൂർ ചെയ്തുകൊണ്ടിരിക്കട്ടെ, പിറ്റേ ദിവസം 1/2 മണിക്കൂർ ചെയ്യണം എന്നായിരിക്കും നിങ്ങളുടെ പ്ലാനിങ്. പക്ഷേ അന്നത്തെ ആ ഒരു മടി നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിലും ഒരിക്കലും ചെയ്യാതെ മാത്രം നിങ്ങൾ ഇരിക്കരുത്. ഒരു 10 മിനിറ്റ് എങ്കിലും അതിനുവേണ്ടി മാറ്റി വയ്ക്കുക. കാരണം ഇല്ലെങ്കിലാണ് നമുക്കതൊരു റിഗ്രറ്റ് ആകും. ഞാൻ ഇന്നത്തെ ദിവസം, അത് കഴിഞ്ഞ് നമ്മൾ പകൽ ആലോചിക്കുമ്പോഴാണ് ഇന്നത്തെ ദിവസം ഞാൻ മൊത്തം ഫ്ലോപ്പാക്കി, ഉറങ്ങണ്ടായിരുന്നു, അങ്ങനെ ചെയ്യായിരുന്നു, ഇങ്ങനെ ചെയ്യായിരുന്നു. ആ ഒരു റിഗ്രറ്റ് നമുക്കതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ ഈ രാവിലെ ദിവസം നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ രാവിലെ നേരത്തെ തന്നെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, ഞാൻ അത്രയും ഉഷാറായി കഴിഞ്ഞു, ഞാൻ ആക്റ്റീവായി കഴിഞ്ഞു. അത് മാത്രമല്ല, നിങ്ങൾ മിററിന് മുമ്പിൽ പോയിട്ട് ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ ദിവസമാണ്, ഇന്ന് ഞാൻ എല്ലാ കാര്യം എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ഞാൻ ഇന്ന് ചെയ്തിരിക്കും എന്നുള്ളതും നിങ്ങളെപ്പോഴും പറയുക. ഇങ്ങനെയൊക്കെ ഈ പറയുന്നതിലൂടെ നല്ല ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ എണിച്ചതാണ്, പകൽ സമയങ്ങളിൽ എല്ലാവരും പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെങ്ങാനും ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊന്നും എന്നൊരു ചിന്താഗതി വീട്ടിലിരിക്കുന്നവർക്കുണ്ടാവും. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ രാവിലെ നേരത്തെ എണിച്ചതല്ലേ. നമ്മുടെ മൈൻഡിന് പല കാരണങ്ങളുണ്ടാകും. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണിച്ചതാണ്, അപ്പോൾ അതിൻ്റെ ഉറക്കം എനിക്ക് അവിടെ പെൻഡിങ് ഉണ്ട്, അത് എനിക്കിവിടെ ഉറങ്ങണം. ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിൽ മനസ്സ് കളിക്കാനായിട്ട്, നമ്മുടെ ബ്രെയിനൊക്കെ കളിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് അത്രയ്ക്ക് ഉറക്കം വരികയാണെങ്കിൽ തന്നെ അവിടെയും നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കടന്നാൽ അത് നിങ്ങൾ 1 മണിക്കൂറാകും. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു കൃത്യം 10 മിനിറ്റ് നിങ്ങൾ അലാറം സെറ്റ് ചെയ്യുക. എന്നിട്ട് അത് ദൂരെ അങ്ങ് മേശപ്പുറത്ത് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് നിങ്ങൾ പോയി കിടക്കുക. അത്രയ്ക്ക് ഉറക്കം പോകുന്നില്ലെങ്കിൽ എന്നിട്ട് കിടന്ന ആ സമയത്ത് നിങ്ങൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അലാറം അടിക്കും.
അലാറം അടിക്കുന്ന സമയത്ത് അവിടെയും നിങ്ങൾ ചിന്തകൾക്ക് കാതോർക്കാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ സഡനായിട്ട് അവിടെ എണീച്ച് നിങ്ങളുടെ എന്താണോ ചെയ്യാനുള്ള പ്രവൃത്തി കയ്യും കാലം നോക്കുന്ന ജസ്റ്റ് അതോടുകൂടി നിങ്ങൾക്ക് കിട്ടേണ്ട ഉറക്കം നിങ്ങൾക്ക് അന്ന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ നിങ്ങൾ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കും എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞാൻ കുറച്ച് നേരത്തെയാണ് എഴുന്നേൽത്തത്, പക്ഷേ എങ്കിൽ കൂടെ അതിൻ്റെ ഉറക്കം ഞാൻ ഇവിടെ 10 മിനിറ്റ് ആണെങ്കിൽ കൂടെ പകൽ ഞാൻ അത് ഉറങ്ങി തീർത്ത് കഴിഞ്ഞു എന്ന് തന്നെ നിങ്ങൾ മൈൻഡിൽ പറഞ്ഞ് മൈൻഡിനെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ എന്തായിരിക്കും അറിയാം, എനിക്ക് ഉറക്കം പെൻഡിങ് ഉണ്ട് എന്നാണ് ആ മൈൻഡ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ആദ്യം നിങ്ങൾ മാറ്റുക. നിങ്ങളുടെ മടി അതോടുകൂടി നിങ്ങൾക്ക് പമ്പ കിടക്കും, മനസ്സിലായോ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അലാറം വയ്ക്കുക, അപ്പം തന്നെ എഴുന്നേൽക്കുക. അപ്പോൾ എന്നിട്ട് എന്താ പറയുക, എൻ്റെ ഉറക്കം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു എന്നാണ് നിങ്ങൾ പറയുന്നത്, മനസ്സിലായോ?